ഇന്ത്യൻ റോഡുകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന തലമുറകളുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു പേരുണ്ട്. LML വെസ്പ. വെറും ഒരു സ്കൂട്ടർ എന്നതിലുപരി അത് പല ഇന്ത്യൻ കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളുടെയും യാത്രകളുടെയും ഭാഗമായിരുന്നു. ലാളിത്യവും കരുത്തും ഒത്തുചേർന്ന ഈ വാഹനം ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു. എങ്ങനെയാണ് LML വെസ്പ ഇന്ത്യൻ മണ്ണിൽ പിറന്നത്? എങ്ങനെ അത് ജനഹൃദയങ്ങളിൽ ഇടം നേടി? ഒടുവിൽ എങ്ങനെ അത് ഓർമ്മയായി മാഞ്ഞുപോയി? ഈ കഥയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. LML അതായത് ലോഹിയ മെഷീൻസ് ലിമിറ്റഡ് എന്ന കമ്പനി 1972 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഒരു ടെക്സ്റ്റൈൽ മെഷീനറി നിർമ്മാതാക്കളായിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഗതാഗത രംഗത്ത് സ്കൂട്ടറുകൾക്കുണ്ടായിരുന്ന വലിയ സാധ്യത തിരിച്ചറിഞ്ഞ അവർ ഈ രംഗത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് സ്കൂട്ടർ വിപണിയിൽ ബജാജ് ചേതക്കിനായിരുന്നു മുൻതൂക്കം. അതിനാൽ ഒരു പുതിയ ബ്രാൻഡിന് ഈ വിപണിയിൽ വേരുറപ്പിക്കണമെങ്കിൽ ഒരു മികച്ച ഉൽപ്പന്നം തന്നെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് LML ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ പിയാജിയോയുമായി കൈകോർക്കുന്നത്. ലോകമെമ്പാടും സ്കൂട്ടർ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വെസ്പയുടെ നിർമ്മാതാക്കളാണ് പിയാജിയോ. 1983 LML പിയാജിയോയുമായി ഒരു ടെക്നിക്കൽ കൊളാബറേഷൻ കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം പിയാജിയോയുടെ പ്രശസ്തമായ വെസ്പ PL 170 മോഡലിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ LMLന് അനുമതി ലഭിച്ചു. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയാണ് LML വെസ്പ പുറത്തിറങ്ങിയത്. റോഡുകളുടെ സ്ഥിതി, കാലാവസ്ഥ, ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് ഡിസൈനിലും എഞ്ചിനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ 1984 LML വെസ്പ 150DX ഇന്ത്യൻ നിരത്തുകളിൽ അവതരിപ്പിച്ചു. LML വെസ്പയുടെ വരവ് ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിൽ ഒരു പുതിയ തരംഗമുണ്ടാക്കി. ബജാജ് ചേതക്കിന് ഒരു ശക്തനായ എതിരാളിയെ ലഭിച്ചു. വെസ്പയുടെ ആകർഷകമായ രൂപകൽപ്പന, മികച്ച യാത്രാസുഖം, വിശ്വാസ്യത എന്നിവ പെട്ടെന്ന് തന്നെ ആളുകളെ ആകർഷിച്ചു. മെറ്റൽ ബോഡി, മുൻവശത്തെ സിംഗിൾ ഫോർക്ക് സസ്പെൻഷൻ, പിന്നിലെ മോണോഫോർക്ക് സസ്പെൻഷൻ എന്നിവ വെസ്പയുടെ പ്രത്യേകതകളായിരുന്നു. അത് അക്കാലത്തെ മറ്റു സ്കൂട്ടറുകളിൽ നിന്ന് വെസ്പയെ വ്യത്യസ്തനാക്കി. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് LML വെസ്പ ഒരു പ്രിയപ്പെട്ട വാഹനമായി മാറി. വിശാലമായ സീറ്റ്, ലഗേജ് വെക്കാനുള്ള സൗകര്യം, സുഗമമായ യാത്ര എന്നിവയെല്ലാം കുടുംബങ്ങളെ ആകർഷിച്ചു. വിവാഹങ്ങൾക്ക് സമ്മാനമായി നൽകാനും പുതിയ തലമുറയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് നിറം പകരാനും LML വെസ്പ മുന്നിൽ നിന്നു. ബുക്കിംഗ് ആരംഭിച്ച് മാസങ്ങൾ കാത്തിരുന്നിട്ടാണ് പലർക്കും വെസ്പ ലഭിച്ചിരുന്നത്. അത്രയേറെയായിരുന്നു അതിന്റെ ജനപ്രീതി. LML വെസ്പ 150DXന് പുറമെ സ്റ്റാർ, സെലക്ട്, NV, സുപ്രീം തുടങ്ങി നിരവധി മോഡലുകൾ LML പിന്നീട് പുറത്തിറക്കി. ഓരോ മോഡലിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സ്റ്റാർ മോഡൽ കൂടുതൽ ആധുനിക രൂപകൽപ്പനയോടെയാണ് വന്നത്. സെലക്ട് മോഡൽ ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനുമായി എത്തി. ഇത് സ്ത്രീകളടക്കമുള്ള ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകമായി. NV മോഡൽ കൂടുതൽ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്തു. സുപ്രീം മോഡൽ മെച്ചപ്പെട്ട ഹെഡ്ലൈറ്റും മറ്റ് സൗകര്യങ്ങളുമായി വന്നു. LML വെസ്പയുടെ വിജയത്തിന് പിന്നിൽ അതിന്റെ എഞ്ചിനും ഒരു പ്രധാന ഘടകമായിരുന്നു. 150cc 2 സ്ട്രോക്ക് എഞ്ചിൻ നല്ല പവറും ടോർക്കും നൽകി. ഇന്ത്യൻ റോഡുകളിലെ കയറ്റങ്ങളിലും മോശം വഴികളിലും ഇത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സിമ്പിൾ എഞ്ചിൻ ഡിസൈൻ കാരണം മെയിൻ്റനൻസ് എളുപ്പമായിരുന്നു. ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ പോലും LML വെസ്പയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിച്ചിരുന്നു. LML വെസ്പ വെറും ഒരു യാത്രാമാർഗം മാത്രമായിരുന്നില്ല, അതൊരു സാമൂഹിക ചിഹ്നം കൂടിയായിരുന്നു. ഒരു LML വെസ്പ സ്വന്തമാക്കുന്നത് പലർക്കും ഒരു അഭിമാനമായിരുന്നു. കുടുംബാംഗങ്ങളുമായി സിനിമ കാണാൻ പോകാനും ബന്ധുവീടുകൾ സന്ദർശിക്കാനും മാർക്കറ്റിൽ പോകാനും എന്തിനും ഏതിനും LML വെസ്പയായിരുന്നു കൂട്ട്. അതിന്റെ സൈഡ് പാനലുകളിലും മുൻവശത്തും സ്റ്റിക്കറുകൾ ഒട്ടിച്ചും മറ്റ് അലങ്കാരങ്ങൾ ചെയ്തും പലരും തങ്ങളുടെ വെസ്പയെ പേഴ്സണലൈസ് ചെയ്തു. LML വെസ്പയുടെ സുവർണ കാലഘട്ടം അധികനാൾ നീണ്ടു നിന്നില്ല. 90കളുടെ അവസാനത്തോടെ ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. കൂടുതൽ ആധുനികവും ഇന്ധനക്ഷമതയുള്ളതുമായ മോട്ടോർ സൈക്കിളുകൾ വിപണിയിലെത്തി. 4 സ്ട്രോക്ക് എഞ്ചിനുകളുള്ള മോട്ടോർ സൈക്കിളുകൾ സ്കൂട്ടറുകളെക്കാൾ കൂടുതൽ മൈലേജ് നൽകി. യുവാക്കളിൽ മോട്ടോർ സൈക്കിളുകളോടുള്ള താല്പര്യം വർദ്ധിച്ചു. ഇതിനിടയിൽ LMLന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും കമ്പനിയെ ബാധിച്ചു തുടങ്ങി. മാനേജ്മെന്റ് പ്രശ്നങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ഉൽപ്പാദനത്തെയും വിപണനത്തെയും സാരമായി ബാധിച്ചു. പിയാജിയോയുമായുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീണു. സാങ്കേതികവിദ്യ നവീകരിക്കുന്നതിൽ LML പരാജയപ്പെട്ടു. പഴയ 2 സ്ട്രോക്ക് എഞ്ചിനുകൾ പുതിയ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നില്ല. മത്സരം ശക്തമായതോടെ LML വെസ്പയുടെ വിപണി വിഹിതം കുറഞ്ഞു. പുതിയ മോഡലുകൾ ഇറക്കി വിപണിയിൽ പിടിച്ചു നിൽക്കാൻ LML ശ്രമിച്ചെങ്കിലും അതൊന്നും പഴയ വിജയം ആവർത്തിച്ചില്ല. 2000 പിയാജിയോ LMLുമായി ബന്ധം അവസാനിപ്പിച്ചു. ഇതോടെ വെസ്പ എന്ന പേര് ഉപയോഗിക്കാനുള്ള അവകാശം LMLന് നഷ്ടപ്പെട്ടു. പിയാജിയോയുമായുള്ള വേർപിരിയലിന് ശേഷം LML സ്വന്തമായി സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. LML ഫ്രീഡം, LML സെലക്ട് 4 സ്ട്രോക്ക് തുടങ്ങിയ മോഡലുകൾ അവർ പുറത്തിറക്കി. ഫ്രീഡം ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. സെലക്ട് 4 സ്ട്രോക്ക് വെസ്പയുടെ രൂപസാദൃശ്യമുള്ള ഒരു സ്കൂട്ടറായിരുന്നു. എന്നാൽ ഈ മോഡലുകൾക്കൊന്നും പഴയ LML വെസ്പയുടെ ജനപ്രീതി നേടാനായില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ 2006 LML ഉൽപ്പാദനം നിർത്തിവെച്ചു. കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. LML വെസ്പയുടെ ആരാധകർക്ക് ഇത് വലിയ നിരാശയുണ്ടാക്കി. ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് ഒരു ഇതിഹാസം മാഞ്ഞു പോകുന്ന കാഴ്ചയായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം 2012 LML വീണ്ടും ഉൽപ്പാദനം ആരംഭിക്കാൻ ശ്രമിച്ചു. പഴയ ഫാക്ടറി തുറന്ന് LML സ്റ്റാർ 200 എന്ന പേരിൽ ഒരു പുതിയ മോഡൽ പുറത്തിറക്കി. ഇത് പഴയ വെസ്പ സ്റ്റാറിന്റെ പരിഷ്കരിച്ച രൂപമായിരുന്നു.
വിദേശ വിപണിയിൽ ഈ മോഡലിന് ചെറിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചെങ്കിലും ഇന്ത്യൻ വിപണിയിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിനോടകം ഇന്ത്യൻ വാഹന വിപണി പൂർണ്ണമായും മാറിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുള്ള സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും വിപണി കീഴടക്കിയിരുന്നു. ഹോണ്ട ആക്ടിവ പോലുള്ള സ്കൂട്ടറുകൾ ഓട്ടോമാറ്റിക് ഗിയറായും മികച്ച ഇന്ധനക്ഷമതയുമായും വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഈ പുതിയ സാഹചര്യത്തിൽ പഴയ സാങ്കേതികവിദ്യയുമായി വന്ന LML സ്റ്റാർ 200ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ വീണ്ടും LMLനെ വേട്ടയാടി. ഉൽപാദനം വീണ്ടും നിലച്ചു. 2017 കമ്പനി ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. അങ്ങനെ LML വെസ്പയുടെ കഥയ്ക്ക് പൂർണ്ണ വിരാമമായി. LML വെസ്പ ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് മാഞ്ഞു പോയെങ്കിലും അത് പലരുടെയും ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നു. പഴയ വെസ്പ സ്കൂട്ടറുകൾ ഇപ്പോഴും പല വീടുകളിലും കാണാം. ചിലർ അവയെ പൊന്നുപോലെ പരിപാലിച്ച് സൂക്ഷിക്കുന്നു. ഇന്ന് ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ പോലും സാധാരണമായിരിക്കുന്നു. ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ LML വെസ്പയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പുതിയ കാലഘട്ടത്തിൽ പിയാജിയോ വെസ്പ പുതിയ മോഡലുകളുമായി ഇന്ത്യൻ വിപണിയിൽ വീണ്ടും സജീവമാണെങ്കിലും പഴയ LML വെസ്പയുടെ തനിമയും ലാളിത്യവും പലർക്കും ഇന്നും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിന്റെ ശബ്ദം, അതിന്റെ രൂപം, അതിന്റെ യാത്ര എല്ലാം ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ്. LML വെസ്പയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അത് ഓർമ്മകളിലൂടെയും കഥകളിലൂടെയും ഇനിയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഈ വീഡിയോയുടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.